ഏറ്റവും പുതിയ സർക്കാർ അറിവിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷനായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ വാർദ്ധക്യകാല പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, വിധവ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക. നിശ്ചിത വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കരുത്. സംസ്ഥാനത്ത് പെൻഷൻ മുതലായ നടപടികളിലേക്ക് കടക്കുകയാണ് സർക്കാർ. അർഹതയില്ലാതെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്ന അറിയിപ്പിനെ തുടർന്നാണ് ഈ സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നത്. ഈ പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ മുതലായവ പിന്നെ വലിയ വീടുള്ളവർ, കാറുള്ളവർ എന്നിവർക്ക് ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട്, അധ്യാപകർ ഉൾപ്പെടെ. അർഹതയില്ലാത്തവർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് നിർത്തലാക്കാനാണ് സർക്കാരിൻ്റെ ഈ നടപടികൾ. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടിയിലേക്കും മറ്റു നടപടികളിലേക്കും സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നത്. ഇത്തരത്തിൽ അർഹതയില്ലാതെ പെൻഷൻ വാങ്ങിയവർ പലിശ അടക്കം തിരിച്ചു നൽകണം എന്നാണ് സർക്കാർ നടപടി. അർഹതയില്ലാതെ പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്താനാണ് ഉദ്യോഗസ്ഥർ പരിശോധനകൾ കർശനമാക്കിയത്. എല്ലാ പ്രദേശങ്ങളിലും ഉദ്യോഗസ്ഥർ നേരിട്ട് വന്ന് വീടുകളിൽ പരിശോധിക്കുന്ന കാര്യം നല്ലത്. പഞ്ചായത്ത് ഉൾപ്പെടുത്തി എല്ലാ വീടുകളും സഹിതം അന്വേഷണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ സർക്കാരിൻ്റെ തീരുമാനം. അതുപോലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ചേർന്നുകൊണ്ടാണ് പരിശോധന. വാഹനം എടുത്തവരുടെ പേരിൽ ലിസ്റ്റ് ഇവിടുന്ന് ശേഖരിക്കും. പഞ്ചായത്തിൽ നിന്ന് പട്ടിക ശേഖരിച്ച് അർഹതയില്ലാത്തവരുടെ പേരുകളും ലിസ്റ്റുകളും പഞ്ചായത്ത് മെമ്പർ കൈമാറിയ അങ്ങനെയാണ് പരിശോധന പൂർത്തിയാക്കുന്നത്. കൂടാതെ ഇനി തൊട്ട് എല്ലാ വീടുകളിൽ പെൻഷൻ വാങ്ങുന്ന ആൾക്കാരുടെ എല്ലാ മാസവും ഫേസ് മസ്റ്ററിങ് എന്ന ഒരു പുതിയ നിയമം കൊണ്ടുവരികയാണ്. ഇത് സർക്കാർ ഉദ്യോഗസ്ഥർ വീട്ടിൽ വരുമ്പോൾ പെൻഷൻ വാങ്ങുന്നവർ ഒരു ആപ്പ് വഴി ഫേസ് മസ്റ്ററിങ് ചെയ്താൽ മാത്രമാണ് പെൻഷൻ കൈകളിൽ കിട്ടുള്ളൂ. ബാങ്കിൽ പൈസ സ്വീകരിക്കുന്ന ആൾക്കാർക്ക് ബാങ്ക് അക്കൗണ്ട് ആധാറായിട്ട് ലിങ്ക് ചെയ്തേക്കണം, ഇല്ലാത്ത ബാങ്കിൽ പൈസ കിട്ടില്ല. എന്തായാലും ഈ ഡിസംബർ മാസം വളരെ സന്തോഷകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. 3200 ന്യൂ ഇയർ ക്രിസ്മസ് അനുബന്ധിച്ച് തുക നമ്മുടെ കൈകളിലും ബാങ്കുകളിലും എത്താൻ പോകുന്നത്. ഈ വാർത്ത കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.